ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ആരും ചെയ്ത് കാണത്തില്ലെന്നാണ് വിശ്വാസം. എന്തായാലും നല്ല ടേസ്റ്റാണ്, ക്രിപ്സിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. ഞാനിതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തോന്നതിന് ശേഷം വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ സ്ലൈസായിട്ട് വേണം അരിയാൻ. കണ്ട കട്ടിയുണ്ട്, ഈ കട്ടിയിലേ അരിയാവും. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ്. കുറച്ച് ഒഴിക്കാം, കുറേച്ചിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങൊക്കെ ഞാൻ പുഴുങ്ങി കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്നാക്സ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല വിജയമാണ്. നമ്മൾ പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കത്തില്ലേ, ലേസിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. ചെറിയ മധുരവും നല്ല ഒരു രുചിയുണ്ട്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് മൂത്ത് കിട്ടുന്നത്. നമ്മൾ ആദ്യത്തെ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനുള്ള താമസമാണ്. നമ്മൾ പകുതി വെന്ത് കഴിയുമ്പോൾ ചില ഉപ്പ് തളിക്കുക. എരിവ് വേണ്ടുന്നവർക്ക് മുളക് പൊടിയും കൂടെ ശകലം ചേർക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അന്നേരം അവർക്ക് വലിയ എരിവില്ലാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികളില്ലാത്തടത്ത് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയുടെ ഉപ്പിനകത്ത് ചേർത്ത് തളിച്ചാൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടല്ലേ, പെട്ടെന്നാണ് മൂത്ത് കിട്ടിയത്. ഇനി നമുക്കിത് കോരാം. നമുക്കിതെല്ലാം കോരിയെടുക്കാം. നല്ല സൗണ്ട് കേട്ടില്ല, കിലിയില്ല. ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. പിന്നെ നമ്മുടെ കപ്പക്കിഴങ്ങെല്ലാം തീർന്നു. ലാസ്റ്റ് ഇട്ടതാണിത്. പെട്ടെന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ നോക്കും. അപ്പം ഇത് ഇവിടത്തെ തൊടിയിൽ തന്നെ ഉണ്ടായ കിഴങ്ങാണ്. അതുകൊണ്ട് കേടൊന്നും അത് വലുതായിട്ടില്ല. ഇച്ചിരി ചെറുപ്പമാണെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വളമൊന്നും അധികം ഇടാത്തതുകൊണ്ട് വലിയ കിഴങ്ങായി പോകുന്നില്ല. ഉള്ളതിന് നല്ല ടേസ്റ്റാണ്. ഇതല്ലേ ഇപ്പം 2 പ്രാവശ്യത്തെ പെട്ടെന്നല്ലേ തീർന്നേ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ. എല്ലാവരും കിടക്കാം. ഇത് എന്താ